സാധാരണ കയ്യിലിട്ട മറ്റ് അവാർഡുകൾ കൂടെ പോലെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ആ പരിപാടി ഏറ്റില്ല. കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറ്റിയേ പറയാനുള്ളൂ. ശ്രീജേഷിനെ പറ്റി ഇനിയിപ്പോൾ പറയാനുള്ള ഫോട്ടോയൊക്കെ ആ കഥ പറയാമെന്ന് വെച്ചാൽ അതും കണ്ടു നിങ്ങൾ. ഈ പടവലങ്ങ കൊടുത്തതും ഒക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത് അതൊക്കെ ഇവർ പൊളിച്ചു. ഇനിയിപ്പോൾ ഒരു പണിയും നടക്കത്തില്ല. എനിക്കാണെങ്കിൽ സ്പോർട്സിനെ പറ്റി അത്ര അങ്ങോട്ടൊരു പിടിപാടില്ല താൻ. ഹോക്കി ഫുട്ബോൾ പോലെ കളിക്കുന്നൊരു കളിയാണെന്നല്ലാതെ ഇപ്പോൾ വടിവെച്ച് ഫുട്ബോൾ കളിക്കുന്ന പോലെ എന്നൊക്കെ എനിക്കറിയാവുള്ളൂ. അതിനെപ്പറ്റത്തൊക്കെ ഇല്ല. പക്ഷേ ഇന്ത്യയിലേക്ക് അറിയപ്പെട്ടിരുന്ന ഈ ഒളിമ്പിക്സിലും അവിടെയൊക്കെ നമ്മൾ ഹോക്കിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല പ്രാവശ്യം നമുക്ക് പല ഒളിമ്പിക്സിലും നമ്മൾ വായു പിടിച്ചെടുത്തിട്ടും ഹോക്കി കേട്ടില്ല. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഈ ചെറുക്കൻ പോയി ഇത് കൊണ്ടുവരണുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഹോക്കിക്ക് നമ്മുടെ ഇഞ്ഞുവരെ വന്നില്ല. മറ്റേ പഞ്ചാബികളാണ് കൂടുതലൂടെ ഹോക്കി കളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടൊരു ഹോക്കിക്ക് ഒരു മെഡൽ എന്തെങ്കിലും ആട്ടെ അത് കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് ചില്ലറ കാര്യമില്ല. കാരണം നമുക്കിതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സ്പോർട്സ് അങ്ങനെ വളരെ ഡെവലപ്ഡ് ആയിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഫുട്ബോളും ഇപ്പോൾ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതും നമ്മുടെ നാട്ടിൻപുറത്തേക്കുള്ള വോളിബോളും ഒക്കെ അപ്പുറത്തേക്ക് വലിയ സ്പോർട്സ് അഭ്യാസങ്ങളൊക്കെ നമുക്ക് കുറവാണ്. പിന്നെ നമുക്ക് കൂടുതലും മറ്റ് കയ്യാങ്കളികളൊക്കെയാണ് വിട്ടാസിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സും കാര്യങ്ങളും മന്ത്രി പോയില്ലേ, ഇപ്പോൾ അത് കേൾക്കത്തില്ല. സ്പോർട്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് നമ്മൾ ഒരുപാട് മുന്നോട്ട് വരികയാണ്. സ്പോർട്സും ഗെയിംസും രണ്ടായാലും ഇത് രണ്ടിനും നമ്മുടെ ആളുകൾ കുറച്ച് മടിയന്മാരാണ് പൊതുവെ. എന്നാലും പുതിയ കുട്ടികൾ, ചെറുപ്പക്കാരായ പുതിയ തലമുറ, ഇപ്പോഴത്തെ തലമുറ, നമ്മളൊക്കെ ഒരു കാലത്ത് പുതിയ തലമുറയായിരുന്നു, ഇപ്പോൾ പഴഞ്ചനായി. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ പുറകിരിക്കുന്ന വമ്പന്മാരൊക്കെ നാളെ അടിച്ച് പൊളിക്കും. അപ്പോൾ ശ്രീജിത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജേഷിൻ്റെ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ശ്രീജേഷിൻ്റെ അച്ഛൻ പശുവിനെ വിറ്റാണ് ഹോക്കി ജേഴ്സി മേടിക്കാൻ പോകുന്നത്. ഈ അച്ഛനമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് വന്നേ കാണട്ടെ എല്ലാവരും. ശ്രീജിത്തിൻ്റെ മോനാ ഹോക്കി കളിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീജിത്താണ്ട ഇപ്പം തന്നെ ചാടി തുടങ്ങി. ഇനി ഇതുപോലെയുള്ള മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് ഇവർ. കാരണം ഒരു തരത്തിലും ഒരാളെ ദിവസേന കൂലി അധ്വാനം കൃഷിയൊക്കെ കൊണ്ടൊരു വലിയ സ്പോർട്സ് താരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മനസ്സാണ് വേണ്ടത്. ശ്രീജേഷ് ആദ്യം കാലിൽ കയറ് കെട്ടിയാൽ അന്ന് കളിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അല്ല, നമുക്കത് ഓരോരുത്തർക്കും ഒരുപാട് സൗകര്യങ്ങളുണ്ടായിട്ടും കളിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊരു മനസ്സ് വേണം. നമ്മുടെ ഈ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാനൊക്കെ ഉള്ളൂ. അവസരങ്ങൾ വളരെ കുറവാണ് മനുഷ്യന്. 1 or 2 ചാൻസേ ജീവിതത്തിൽ കിട്ടുകയുള്ളൂ. ഞാനൊക്കെ ഒറ്റ ചാൻസുകാരനാണ് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ അവസരങ്ങൾ നമുക്കുണ്ടാവും. അവസരങ്ങൾ തട്ടിക്കളയാതിരിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതാണ് ശ്രീജേഷിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ നമുക്കൊരു 2 മെഡൽ പുള്ളി സംഘടിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ഉത്തരവാദിത്വമാണ് പുള്ളിയെ ഒന്ന് നിലനിൽക്കി നിർത്തുകയെന്ന് വെച്ചാൽ. അപ്പോൾ ശ്രീജേഷിൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഹോക്കിയുടെ കോച്ചാണ്. അപ്പോൾ കേരളത്തിൽ ഇനി ശ്രീജേഷിൻ്റെ ടെക്നിക്ക് പിടിച്ച പിള്ളേരൊക്കെ കൂടെ ചേർന്നാൽ ഇനിയും ഇതുപോലെ ഇതിനേക്കാളും കളറുള്ള മെഡൽ കൊണ്ടുവരാം.
അത് പിള്ളേരെ പുറകിക്കുന്ന ഇപ്പോഴത്തെ മക്കളുടെ ആവേശം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഇവന്മാർ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നു. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് സ്പോർട്സ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളോടും ലോകത്തെ എല്ലാ വലിയ വലിയ കളിക്കാരോടുമൊക്കെ മത്സരിക്കാവുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് നമ്മൾ ഈ വിജയാഘോഷങ്ങളിൽ മാത്രമല്ലാതെ അവരെ പരിശീലിപ്പിക്കാനും അവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും കൊടുക്കാനും നമ്മൾ മുതിർന്നവർ കുട്ടികൾ വലുതായി വരുമ്പോൾ ലോകത്തരൻ്റെ നെറുകയിൽ നിൽക്കുന്ന കുട്ടികളെ ആയി തീരാൻ വേണ്ടി അവർക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് കുട്ടികളെ നന്നായിട്ട് സ്പോർട്സ് രംഗത്ത് എത്തിക്കുക. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തുള്ള സ്പോർട്സുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒളിമ്പിക്സ് വരുന്ന ആളുകളൊക്കെ ആ രാജ്യം ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, നമ്മുടെ സപ്പോർട്ട് പോരാ, ഇനിയും വരണം. കാരണം വല്ലപ്പോഴും ഒരു മെഡൽ കിട്ടും, ഒരു ആണ്ടിലൊരിക്കലും ഇവരൊക്കെ അറിയപ്പെടുന്നുള്ളൂ ഈ മെഡൽ കിട്ടിക്കഴിയുമ്പോൾ. ഇപ്പോൾ ശ്രീജേഷിൻ്റെ കൂടെ കളിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി പേര് തോറ്റുപോയവരുണ്ട്, ജയിച്ചവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഒരുപാട് പേര് തോറ്റിട്ടാണ് ഒരാൾ ജയിക്കുന്നത്, അത് മനസ്സിലാക്കണം. അപ്പോൾ തോറ്റവർ തോറ്റു കൊടുത്തിട്ടാണ് ഒരാൾ ജയിക്കുന്നത്. അപ്പോൾ തോറ്റവരെയും കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക. ജീവിതത്തിൽ തോറ്റുപോയവരാണ് കൂടുതലെങ്കിലും ഈ പറഞ്ഞ തോൽവിക്ക് അവരുടെ തോൽവി ഒരുപാട് പേരുടെ ജയങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ശ്രീജേഷും അതുപോലെ ജയിക്കാനുള്ള ഒത്തിരി ആളുകളെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പുരസ്കാരം, ഈ മേന്മ, ഈ ആദരവ് നമ്മുടെ നാടിനെ നേടുത്തുന്ന അദ്ദേഹത്തിനോട് എൻ്റെ സ്നേഹാദരങ്ങളോടുകൂടിയ നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം.